കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റ് പ്രവാസി മലയാളി തമിഴ് സമൂഹങ്ങൾക്കിടയിലും വളരെ ആവേശത്തോടെ ആഘോഷിക്കുന്ന ഒരു പ്രധാന ഉത്സവമാണ് തൈപ്പൂയം. സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പ്രീതിക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. മലയാള മാസമായ മകരത്തിലെ പൂയം നക്ഷത്രവും പൗർണമിയും ചേർന്നു വരുന്ന ദിവസമാണ് തൈപ്പൂയമായി ആചരിക്കുന്നത്. തിന്മയുടെ പ്രതീകമായ താരകാസുരനെ നിഗ്രഹിക്കാൻ പാർവതി ദേവി മുരുകന് ശൂലം നൽകിയത് ഈ ദിവസമാണെന്നാണ് വിശ്വാസം. കാവടിയാട്ടം, പാലഭിഷേകം, വ്രതം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. സുബ്രഹ്മണ്യൻ സ്വാമി പുണ്യത്തെയും യുവത്വം, ശക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. തിന്മയെ നശിപ്പിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന ദേവനാണ്. തൈപ്പൂയ ഉത്സവത്തിന്റെ പ്രത്യേകതകളാണ്. ഭക്തർ തോളിലേറ്റുന്ന അലങ്കരിച്ച കാവടി തൈപ്പൂയത്തിന്റെ പ്രധാന ആകർഷണമാണ്. ഇത് മുരുകനോടുള്ള ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും പ്രതീകമാണ്. ഭക്തർ തലയിൽ പാല് പാത്രങ്ങൾ ഏന്തി ക്ഷേത്രത്തിലെത്തി വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നു. തൈപ്പൂയത്തിന് മുന്നോടിയായി ഭക്തർ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ, മത്സ്യമാംസാദികൾ വെടിയുക, ലളിത ജീവിതം നയിച്ചും ഭിക്ഷയാചിച്ചും അനുഷ്ഠിക്കുന്നു. മനസ്സ് ഭൗതിക മൂല്യങ്ങളിൽ നിന്നും ശരീരം ശാരീരിക സുഖങ്ങളിൽ നിന്നും മുക്തമാകുമ്പോൾ മാത്രമേ ഒരു ഭക്തനും വേദനയില്ലാതെ പുണ്യകർമ്മം ഏറ്റെടുക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കപ്പെടുന്നു. തൈപ്പൂയത്തിന് മുമ്പ് ആത്മീയ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് ശരീരത്തിൽ വെൽ കുത്തിയാൽ വേദന അനുഭവപ്പെടില്ലെന്ന് പറയപ്പെടുന്നു. വലിയ വർണ്ണാഭമായ ഘോഷയാത്രകൾ, ചെറിയ വെൽ കൊണ്ട് കൊളുത്തുകളും വെൽ ഉപയോഗിച്ച് ശരീരം തുളയ്ക്കൽ എന്നിവ മുരുകന്റെ അനുഗ്രഹത്തിനായി ഭക്തർ ചെയ്യുന്ന പ്രധാന വഴിപാടുകളാണ്. ആ ദിവസം നടത്തുന്ന എല്ലാത്തരം കാവടികളും മറ്റു വഴിപാടുകളും ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനുള്ള നേർച്ചകളുടെ പൂർത്തീകരണത്തിനും മറ്റുള്ളവ മുരുക ഭഗവാൻ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു എന്നാണ് വിശ്വാസം. ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന താരകാസുരനെയും മറ്റ് അസുരന്മാരെയും ശിവപുത്രനായ മുരുകൻ വധിച്ചത് തൈമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണെന്നാണ് ഐതിഹ്യം. തൈപ്പൂയം തിന്മയുടെ മേൽനന്മ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായാണ് ആഘോഷിക്കുന്നത്. സ്കന്ദപുരാണം അനുസരിച്ച് 3 അസുരന്മാർ ഹിന്ദു ദേവനായ ശിവനെ പ്രീതിപ്പെടുത്താൻ തപസ് അനുഷ്ഠിച്ചു. ശിവൻ അവർക്ക് വിവിധ വരങ്ങൾ നൽകി. അത് അവർക്ക് അമർത്യവും 3 ലോകങ്ങളെയും കീഴടക്കാനുള്ള കഴിവും നൽകി. പിന്നീട് അവർ അതാത് മേഖലകളിൽ സ്വേച്ഛാധിപത്യത്തിന്റെ വാഴ്ച ആരംഭിച്ചു. ദേവന്മാരും മറ്റ് ആളുകളും അടിച്ചമർത്തി. സുരപത്മന്റെയും അസുരന്മാരുടെയും ഭരണം അവസാനിപ്പിക്കാൻ ദേവന്മാർ ശിവനോട് സഹായം അഭ്യർത്ഥിച്ചു. പ്രതികരണമായി ശിവൻ 5 തലകൾ കൂടി പ്രകടിപ്പിച്ചു. 6 തലകളിൽ നിന്ന് ഓരോന്നിൽ നിന്നും ഒരു ദിവ്യ തീപ്പൊരി ഉയർന്നുവന്നു. തുടക്കത്തിൽ വായുദേവൻ തീപ്പൊരികൾ വഹിച്ചു. പക്ഷേ അസഹനീയമായ ചൂട് കാരണം അഗ്നി പിന്നീട് അവയെ കൈവശപ്പെടുത്തി. അഗ്നി തീപ്പൊരികൾ ഗംഗാനദിയിൽ നിക്ഷേപിച്ചു. ഗംഗയിലെ ജലം കടുത്ത ചൂട് കാരണം ബാഷ്പീകരിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഗംഗാദേവി അവരെ ശരവണ തടാകത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ഓരോ തീപ്പൊരിയും ഒരു ആൺകുട്ടിയായി വികസിച്ചു. 6 ആൺകുട്ടികളെയും കൃതികമാർ എന്നറിയപ്പെടുന്ന ദാസിമാർ വളർത്തി. പിന്നീട് പാർവതി അവരെ ഒന്നായി സംയോജിപ്പിച്ചു. അങ്ങനെ 6 തലയുള്ള മുരുകൻ ജനിച്ചു. പാർവതി അദ്ദേഹത്തിന് വേൽ എന്നറിയപ്പെടുന്ന ഒരു ദിവ്യ ആയുധം സമ്മാനിച്ചു. ശിവനിൽ നിന്ന് പുറപ്പെടുന്ന തീപ്പൊരികൾ മൂലമുണ്ടാകുന്ന ചൂട് കാരണം പാർവതി തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഓടിപ്പോയപ്പോൾ തന്റെ സൈന്യാധിപനായി സേവനമനുഷ്ഠിച്ച വീരബാഹുവും 9 ശക്തികളിൽ നിന്ന് ജനിച്ച മറ്റ് 8 പുത്രന്മാരും മുരുകനൊപ്പം ഉണ്ടായിരുന്നു. ദേവന്മാരുടെ സൈന്യങ്ങളോടൊപ്പം മുരുകൻ അസുരന്മാരുമായി യുദ്ധം ചെയ്തു. മുരുകൻ തന്റെ വേൽ ഉപയോഗിച്ച് സുരപത്മനെ 2 വിഭജിച്ചു. 2 ഭാഗങ്ങളും ഒരു മാമ്പഴമായും പിന്നീട് ഒരു മയിലും കോഴിയുമായി രൂപാന്തരപ്പെട്ടു. മുരുകൻ മയിലിനെ തന്റെ വാഹനമായി സ്വീകരിച്ച് കോഴിയെ തന്റെ പതാകയായി സ്വീകരിച്ചു. സുരപത്മനുമേൽ മുരുകൻ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായാണ് തൈപ്പൂയം ഉത്സവം ആഘോഷിക്കുന്നത്. ഹിന്ദുമതത്തിൽ യോഗശിക്ഷണവും തപസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ദേവനാണ് മുരുകൻ. അദ്ദേഹത്തെ ആരാധിക്കുന്നവർക്ക് മുക്തി, ആത്മീയ മോചനം നൽകുന്നു.